റിപ്പോർട്ടർ ഈവനിംഗ് ഇംപാക്ട്. പാലക്കാട് ധോണി പയറ്റാൻകുന്നം സ്വദേശി കണ്ണനും കുടുംബത്തിനും ഇനി സുരക്ഷിതമായി അന്തിയുറങ്ങാം. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ബിജെപിയുടെ നേതൃത്വത്തിൽ കണ്ണനും കുടുംബത്തിനും വീട് നിർമ്മിച്ച് നൽകി. വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറായിരുന്ന കണ്ണനും പ്രമേഹബാധിതനായ മകനും ഉൾപ്പെടെ 4 അംഗ കുടുംബം കഴിഞ്ഞിരുന്നത് അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു. വലിയ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മാസങ്ങൾക്ക് മുമ്പാണ് വാളയാർ റേഞ്ചിലെ വനവകുപ്പിന്റെ താത്കാലിക ജീവനക്കാരനായിട്ടുള്ള കണ്ണേട്ടന്റെ ഈ കാണുന്ന വീട്ടിലേക്ക് ഞാൻ എത്തുന്നു. ആ സമയത്ത് ഇതൊരു പൂർണ്ണമായിട്ടൊരു വീട് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. ചില ഭാഗങ്ങൾ മാത്രമാണ് ഒരു കല്ല് വെച്ച് കെട്ടിയിരുന്നത്. ഒരു മുറി മാത്രം ഉണ്ടായിരുന്നു ആ സമയത്ത്. തൊട്ട് പിന്നാലെ തന്നെ BJPയുടെ നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുകയും പെട്ടെന്ന് തന്നെ കണ്ണേട്ടനെ ഒരു വീട് വെച്ച് BJP തന്നെ നൽകും എന്നുള്ളത് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ മാസങ്ങൾ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിൽ ഇപ്പോൾ ഏതായാലും കൃഷ്ണകുമാരുടെ ആ വീട് നമുക്ക് കണ്ണേട്ടൻ നൽകാൻ കഴിഞ്ഞു. അതെ, ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത കാണുകയാണ്. വാർത്ത കണ്ട് ഞാൻ സുധീറിനെ വിളിക്കുന്ന സമയത്ത് സുധീർ എന്നെ ബന്ധപ്പെടാൻ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് അന്ന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇതിൻ്റെ രേഖകളെ സംബന്ധിച്ച്, പഞ്ചായത്തിൻ്റെ പെർമിഷൻ കിട്ടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് വിഷമങ്ങളുണ്ട്. സർക്കാരിലുള്ള അവർക്ക് ആനുകൂല്യം വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല എന്ന് നൽകില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ദൗത്യം. ഇത് പൂർത്തീകരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യമായിട്ട് ഞങ്ങൾ എടുത്തു. സുധീറിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ കാണുന്നതാണ് ഈ സുധീർ എന്ന് പറയുന്ന വ്യക്തി. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ കണ്ണേട്ടൻ സന്തോഷം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ട്. എങ്ങനെ ആയിരുന്നില്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കയറി നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ആരും ഞങ്ങൾ നോക്കാം വരാമെന്നല്ലോ ആരും വന്നില്ല. അപ്പോൾ രമേന്ദ്രേട്ട എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. ചെരുപ്പൂരി വെച്ചിട്ട് മണ്ണാണെങ്കിൽ ആ ചെരുപ്പൂരി വെച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് എന്താണ്ടാ കാണാതെ എൻ്റെ അടുത്ത് ചോദിച്ച വാക്കാണ്. എന്താണ്ടാ കാണാതെ എനിക്കൊരു വാക്ക് പറഞ്ഞൂടെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ ഇതാ അവർ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് എനിക്ക് വോട്ട് തരണ്ട. അതാണ് വാക്ക്. വാക്ക് പാലിക്കപ്പെട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സന്തോഷമായി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നത്. സന്തോഷം. വലിയൊരു ദൗത്യമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ വാക്ക് പാലിച്ചിരിക്കുന്നു. നമ്മൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതേപോലെ മണ്ഡലം പ്രസിഡന്റും കൂടി ഏറ്റെടുത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് നിറവേറ്റി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ. സുധീറിൻ്റെ പോലെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്കല്ല, മറ്റുള്ള വീടില്ലാത്ത ആളുകളെ സഹായിക്കാനുള്ള പ്രയത്നമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ സുധീറെ പോലുള്ള ആളുകളുടെ, അതുപോലെ കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകളുടെ ഇടപെടലോടുകൂടിയാണ് ഇപ്പോൾ കണ്ണേട്ടൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും വലിയൊരു സ്വപ്നം ഇപ്പോൾ ഇവിടെ പൂണിഞ്ഞിരിക്കുന്നതിലും അതിൻ്റെ സന്തോഷത്തിലാണ് ഈ നാട് മുഴുവനുമുള്ളത്. റിപ്പോർട്ടർ ഇക്ബാൽ അറക്കാൻ, റിപ്പോർട്ടർ പാലക്കാട്.